നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ടു FC ബാഴ്സലോണ എന്നുള്ളത് അദ്ദേഹം സാൻഡോസിലേക്ക് എത്തിയത് മുതൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു റൂമറാണ്. നെയ്മർ ബാഴ്സലോണയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരുന്നില്ല, കോൺടാക്റ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ ലാപ്പോട്ടക്കും താല്പര്യമുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നല്ലോ വാർത്തകൾ പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിലൊരു വ്യക്തത വരുത്തുകയാണ്. സ്പോട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്: ബാഴ്സ നോ ടു നെയ്മർ ജൂനിയർ. നെയ്മറോട് നോ പറഞ്ഞിരിക്കുന്നു ബാഴ്സ എന്ന്. എന്നിട്ട് വിശദമായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. ബ്രസീലിയൻ സൂപ്പർ താരത്തിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് വളരെ വ്യാപകമായിട്ട് റിപ്പോർട്ടുകൾ ജേർണലിസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരുന്നു. ഇത് പ്രധാനമായിട്ടും ഒരു ജേർണലിസ്റ്റിക് സ്പെക്കുലേഷൻ തന്നെയായിരുന്നു. പക്ഷേ അതിന് ചില പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്യാമ്പ് നൗവിലേക്ക് അവർ മടങ്ങിയെത്തുമ്പോൾ ഒരു അട്രാക്ഷൻ പോയിൻ്റ് എന്ന രൂപത്തിൽ നെയ്മർ ജൂനിയർ എത്തിക്കുന്നത് മാർക്കറ്റിങ്ങിനൊക്കെ വളരെ ഗുണകരമാവും എന്നാണ് പലരും നിരീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 കാരണങ്ങൾ കൊണ്ട് നെയ്മർ ജൂനിയറുടെ ആവശ്യം FC ബാഴ്സലോണയ്ക്കില്ല എന്ന് പറയുമ്പോൾ ആ 2 കാരണങ്ങൾ, ഒന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഫസ്റ്റ് ഈസ് ബിക്കോസ് ബാഴ്സ ഓൾറെഡി ഹാസ് എ ഡിഫാക്ടോ ബാലൺ ഡി ഓർ വിന്നർ. അത് മറ്റാരുമല്ല, ലാമിൻ യമാലാണ്. ലാമിൻ യമാലിനെ പോലെ ഫുട്ബോൾ ലോകം മുഴുവനും അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു യുവതാരം അവർക്കുണ്ട്. ആ താരം നാളെ ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കും. അവൻ മാത്രം മതിയാവും ക്യാമ്പ് നൗവിലേക്ക് ആളെ എത്തിക്കാൻ എന്നാണ് ഇപ്പോൾ സ്പോട്ട് നിരീക്ഷിക്കുന്നത്. ഈ ക്യാമ്പ് നൗവിലേക്ക് ആളെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ എത്തില്ല, കളി കാണാൻ ആളില്ലാത്തതുകൊണ്ട് ആളെ നിറയ്ക്കുക എന്നുള്ളതല്ല. അന്താരാഷ്ട്ര ലെവലിൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന ഒരു കാര്യം കൂടി ക്യാമ്പ് നൗ എന്തായാലും ഉദ്ദേശിക്കുന്നത്. നേരത്തെയും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി റീഓപ്പൺ ചെയ്യുമ്പോഴും അത് ഉദ്ദേശിക്കുന്നു. അതിന് അവർക്ക് സൂപ്പർ താരങ്ങളെ വേണം, ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ. അതിനാണ് നെയ്മറുടെ ഒരു സാന്നിധ്യം അവർ പരിഗണിച്ചിരുന്നത്. പക്ഷേ ലാമിൻ യമാൽ ഈ രൂപത്തിലേക്ക് വളർന്നതുകൊണ്ട് ഇനി നെയ്മറുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. സെക്കൻഡ്ലി, ഡ്യൂ ടു നെയ്മേഴ്സ് ഫിസിക്കൽ ഇന്നബിലിറ്റി ടു പ്ലേ റെഗുലർലി. നെയ്മർക്ക് തുടർച്ചയായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു താരത്തെ ബാഴ്സയ്ക്ക് വേണ്ട. ഒരു ഘട്ടത്തിൽ ബാഴ്സ ഇങ്ങനെ ബാഴ്സയോട് നെയ്മർ തിരികെ വരവിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോൾ നെയ്മറുടെ റെപ്രസെൻറ്റേറ്റീവ്സിനോട് ബാഴ്സ പറഞ്ഞതായിട്ട് സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരു 15 ഗോളെങ്കിലും സാൻഡോസിന് വേണ്ടി അടിക്കൂ, അതിനുശേഷം നമുക്ക് സംസാരിക്കാമെന്ന്. നെയ്മർ ജൂനിയർക്ക് മര്യാദക്കൊന്ന് കളിക്കാൻ പോലും സാൻഡോസിലെത്തിയിട്ട് കഴിഞ്ഞിട്ടില്ല. ജൂൺ 30 അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കും. ബാഴ്സലോണ എന്ന സ്വപ്നം പൊലിയുകയാണ് എന്നാണ് ഇപ്പോൾ എന്തായാലും സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന. ബാക്കി കാര്യങ്ങൾ എന്താവുമെന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.